എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുണ്ട്. പലരും പറയുന്നത് വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അതിൽ ചൈതന്യം വരും, അത് പിന്നെ ഭയങ്കര ആ കുടുംബം നശിച്ചു പോകുന്ന വരെ പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന പലതിനെ എടുത്ത് ആറ്റിൽ കളയുക അല്ലെങ്കിൽ ആൽമരത്തിന്റെ ചുവട്ടിൽ ഉപേക്ഷിക്കുന്ന ചടങ്ങുകൾ കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം അപകടകരമാണ്? അങ്ങനെ വെക്കുന്നതിൽ രണ്ടും അപകടമാണ്. മുമ്പ് കളഞ്ഞത് വലിയ അപകടത്തിൽ കലാശിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാതെ ഈ മന്ദാരത്തിലൊക്കെയുള്ള ഗന്ധർവന്റെ ശയനപഞ്ചങ്ങൾ പരദേവതയായിട്ടൊക്കെ പൂജിച്ചിരുന്നതാണ് ഗന്ധർവനെയൊക്കെ. ആ ഗന്ധർവനെയൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞു. അപ്പോൾ പിന്നീട് കബഡി വെച്ച് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ ജ്യോത്സ്യന്മാരൊക്കെ വന്ന് കബഡി വയ്ക്കും. അപ്പം അതിൽ ദൈവജ്ഞന്മാരും ഉണ്ട്, പ്രശ്നക്കാരും ഉണ്ട്. ഈ വിഭാഗത്തിൽ ദൈവജ്ഞന്മാരായിട്ടുള്ള ആളുകളാണ് ഇതിന് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ നിലവിലുള്ള പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കി മാറ്റി തരും. അപ്പോൾ അവർ കബഡി വയ്ക്കുമ്പോൾ ചിലപ്പോൾ സുബ്രഹ്മണ്യനായിട്ടൊക്കെ തോന്നും. ലക്ഷണങ്ങൾ ഒരുപോലെ വരും. ലക്ഷണമല്ല, പഠിത്തത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ ദൈവാധീനം, ഗുരുത്വം എന്ന് പറഞ്ഞ ഒരു സാധനം എന്തിനും ഉണ്ടല്ലോ. അപ്പം അതിന്റെ കുറവുണ്ട്. ഇത് സുബ്രഹ്മണ്യനായിട്ടൊക്കെ വിചാരിച്ച് സുബ്രഹ്മണ്യനെ പ്രദർശിക്കാൻ പറയും. അപ്പോഴും അത് മറ്റേതവിടെ കിടക്കുക. അപ്പോൾ പിന്നെ ഇതിനായി ലയിപ്പിക്കാൻ ശ്രമം നടത്തും. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ ഇത് കടന്നു പോകും. അപ്പം നിലവിലുള്ളതൊന്നും എടുത്ത് കളയരുത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ, ഞാൻ ആളെയൊന്നും പറയില്ല, എൻ്റെ ഡീറ്റെയിൽസ് എവിടെയാണെന്നും പറയില്ല, ചട്ടമ്പിസ്വാമി തിരുവടികൾ വരച്ചു കൊടുത്ത ശ്രീചക്രം, വെള്ളിത്തകിടിൽ വരച്ചത്. സ്വാമികൾ എവിടെയെങ്കിലും വരച്ച് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ശ്രീചക്രം വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റാൻ ജ്യോത്സ്യൻ ആവശ്യപ്പെട്ടു. ആ കൂടെ ഭദ്രകാളിയുടെ ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു, എണ്ണച്ചായ ചിത്രമാണ്. ഇത് രണ്ടും അവരുടെ കാരണവരുടെ കാലത്ത് വെച്ച് ആരാധിച്ചിരുന്ന ഒരു ഉടവാള്. ഈ 3 സാധനം കൂടെ എടുത്ത് മാറ്റണം. നിങ്ങൾക്ക് വിവാഹ ജീവിതം ഭംഗിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റണം. അപ്പം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, തൻ്റെ അച്ഛനും അമ്മയും നന്നായിട്ടല്ലേ ജീവിച്ചേ? അവരുടെ മുത്തശ്ശന്മാരോ? അതെ, ആ കാലത്തുള്ള ആ ചക്രം. ഇതുവരെ അതിന് കുഴപ്പമൊന്നും വന്നില്ല. 2-3 തലമുറയ്ക്ക് കുഴപ്പം വന്നില്ല. ഇപ്പം കുഴപ്പം വന്നെങ്കിൽ തൻ്റെ കുഴപ്പമാണ്. അപ്പോൾ എന്നാലും മാറ്റണം. ഞാൻ പറഞ്ഞു, എന്താ തീരുമാനം? അത് കളയണം, കടലിൽ ഒഴുക്കാനാണ് പറഞ്ഞത്. ഞാൻ കടലിൽ ഒഴുക്കണ്ട, താൻ എനിക്ക് തന്നു. ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഐതിഹ്യമലയിലുള്ള സാമൂതിരിയുടെ തോളിൻ്റെ വേദനയാണ്, ലക്ഷ്മി നൃത്തം ചെയ്യുന്ന വേദനയാണ്.